Hi all, welcome to Brilliance Academy. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ജേണൽ എന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടൻസിയിൽ ലെഡ്ജർ എന്ന് പറഞ്ഞ പാർട്ടാണ് എടുക്കാനുള്ളത്. ലെഡ്ജർ എന്ന് പറയുന്ന സമയത്ത് ലെഡ്ജർ അക്കൗണ്ട് ആണ് വരുന്നത്. സിമ്പിളാണ്, അതായത് ജേണലിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ലെഡ്ജർ മീൻസ് ജേണലിനകത്ത് നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന ഓർഡറിനെ നമ്മൾ പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് പറയുന്നത്. അതായത് സമയത്തിനനുസരിച്ചാണ് നമ്മൾ ലെഡ്ജറിൽ ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ സിമിലിയർ നാച്ചറിനനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റും. ഓരോ ഗ്രൂപ്പിലുള്ള ഡാറ്റാസുമാണ് നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ടിലും എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജേണൽ എൻട്രീസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത സിമിലിയർ നാച്ചറുള്ള ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്പാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ലെഡ്ജർ ഈസ് എ ബൗണ്ട് ബുക്ക് വിത്ത് പേജസ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ്. ഇറ്റ് മേ ഓൾസോ ബി എ ബണ്ടിൽ ഓഫ് ഷീറ്റ് എന്നാണ് പറഞ്ഞത്. ഇതൊരു ബൗണ്ട് ബുക്കാണ്. ഓരോ ലെഡ്ജറിനും എന്തുണ്ടാവും, നമ്പർ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, ബണ്ടിൽ ഓഫ് ഷീറ്റ്. അതായത് പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബണ്ടിൽ ഓഫ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so ledger is a book of account in which all type of account relating to asset, liability, capital, expenditure are recorded there. അതായത് ഈ ബുക്ക് ഓഫ് അക്കൗണ്ടിനകത്ത് നമ്മൾ എല്ലാ ടൈപ്പിലുള്ള ട്രാൻസാക്ഷനിലുള്ള നാച്ചുറലുള്ള ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജേണലിനകത്ത് നിന്ന് സിമിലിയർ നാച്ചുറുള്ള ഡാറ്റാസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലെഡ്ജറിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് അക്കൗണ്ട് ദാറ്റ് കണ്ടെയ്ൻ വാരിയസ് അക്കൗണ്ട് ടു വിച്ച് വാരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ആർ പോസ്റ്റഡ്. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന, ജേണൽ എൻട്രിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാരിയസ് ട്രാൻസാക്ഷൻസിൻ്റെ എന്താണ്, റെക്കോർഡ് ചെയ്യാനുള്ള ബുക്സിനെയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെഡ്ജർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ്, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, because the transactions that are first entered in the journal or special purpose book are finally posted in the ledger. അതായത് നമ്മൾ ആദ്യം ജേണലിലാണ് ഡാറ്റാസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഇത് എന്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്, ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എന്തിനെ പറയുന്നത്, ലെഡ്ജറിനെ പറയുന്നത്. അടുത്തത്, ഇൻ ദ ലെഡ്ജർ ഓൾ ടൈപ്പ് ഓഫ് റിലേറ്റിംഗ് ടു അസെറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ മെയിൻറ്റെയിൻഡ്. അതായത് ഒരു ലെഡ്ജറിനകത്ത് എല്ലാ തരത്തിലുള്ള അക്കൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുത്തത്, ഇറ്റ് ഈസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ക്ലാസിഫൈഡ് ഇൻ ടു റെലവൻറ്റ് അക്കൗണ്ട്. അതായത് നമ്മുടെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്, റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഓരോ ട്രാൻസാക്ഷനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പെർമനൻറ്റ് ബുക്ക് ഓഫ് എൻട്രീനെയാണ് നമ്മൾ എന്ത് പറയുക, ലെഡ്ജർ എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ലെഡ്ജറിനെ നമ്മൾ റെഫറൻസ് ബുക്കുകളെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലെഡ്ജറിൻ്റെ ഫോർമാറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ജേണൽ എൻട്രീസിലൊക്കെ സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള അക്കൗണ്ടുകൾ തന്നിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ വരുന്ന എല്ലാ ഐറ്റത്തിനെയും നമ്മൾ എന്തിലേക്ക് മാറ്റും, ക്യാഷ് ലെഡ്ജറിലേക്ക് മാറ്റും. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജറിലേക്ക് മാറ്റും. അങ്ങനെ ജേണലിലുള്ള ഒരേ നാച്ചർ വരുന്ന ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ലെഡ്ജറിനും എന്തുണ്ടാവും, പേരുണ്ടാവും. ഓക്കെ, അതായത് ഒരു ലെഡ്ജറിൻ്റെ പേര്, ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജർ ആണെങ്കിൽ ആ ലെഡ്ജറിൻ്റെ ഉള്ളിൽ ഒരിക്കലും സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പേര് വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ലെഡ്ജറിൻ്റെ ഫോർമാറ്റാണ്, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. എന്നിട്ട് നമ്മളതിനെ ഈക്വലായിട്ട് മിഡിൽ സ്പ്ലിറ്റ് ചെയ്യും.
ബോത്ത് സൈഡിൽ കോമൺ കോളംസ് ആണ് ഉണ്ടാവുക. ഡേറ്റ് കോളം, പെർട്ടിക്കുലർ കോളം, JF കോളം. JF മീൻസ് എന്താണ്? ജേണൽ എൻട്രിയിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എത്രാമത്തേതായിട്ടാണ് കിടക്കുന്നതെന്ന് നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JF കോളംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നോർമൽ കേസിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കേസ് എന്താണെന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് ലെഡ്ജർ. ഓക്കെ, എന്തിനാണ് ബിസിനസ്സിൽ നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലെഡ്ജറിനെ കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജറുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ലെഡ്ജറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, നോളജ് ഓഫ് ബിസിനസ് റിസൾട്ട്, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ബിസിനസ് റിസൾട്ട്. അതായത് ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നോളജ് ഓഫ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റാണ്. ഓക്കെ, അതായത് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസറ്റിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. എന്തിൻ്റെ ബേസിൽ? ഒരു ലെഡ്ജർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ്. ലെഡ്ജർ ഈസ് വെരി യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും? ലെഡ്ജറുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മാനേജേഴ്സിന് എന്തെടുക്കാൻ പറ്റും? ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then it provide instant information to users. അതായത് യൂസേഴ്സിന് ഇൻസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ആണ്. അതായത് അവർക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടൂലേ, അതായത് ആ ലെഡ്ജർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് നമ്മളൊരു ഫേമിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ലെഡ്ജർ? അത് നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജേണൽ എൻട്രീസിൽ നമ്മൾ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് ആ എൻട്രിയിൽ എവിടെയൊക്കെ വരുമോ അതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യും? ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ അസറ്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ലാബിലിറ്റി അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ലെഡ്ജറുകൾ ഉണ്ടാവും. അതൊക്കെ എന്തിൽ വരുന്നതാണ്? ടൈപ്പ് ഓഫ് ലെഡ്ജറിൽ വരുന്നതാണ്. അതായത് അസറ്റ് ലെഡ്ജർ എന്ന് വെച്ചാൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. ലാബിലിറ്റി ലെഡ്ജർ എന്ന് വെച്ചാൽ ലാബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റവന്യൂ ലെഡ്ജർ എന്ന് വെച്ചാൽ ആ ഫേമിൻ്റെ എന്താണ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സുകൾ റെക്കോർഡ് ചെയ്യാൻ. അതായത് സെയിൽസ്, കമ്മീഷൻ അക്കൗണ്ട്, റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവന്യൂ ലെഡ്ജറുകൾ ഉപയോഗിക്കുന്നത്. എക്സ്പെൻസ് ലെഡ്ജർ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ ഒക്കർ ചെയ്യുന്ന എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്പെൻസ് ലെഡ്ജറുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡെപ്റ്റേഴ്സ് ലെഡ്ജറാണ്. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഡെപ്റ്റേഴ്സിൻ്റെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറിനെയാണ് എന്ത് പറയുക? ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ യൂസ് ചെയ്യുക. ദെൻ ജനറൽ ലെഡ്ജറാണ്. അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാത്ത നോർമൽ കേസിൽ വരുന്ന ലാൻഡ് ലോഡ് അക്കൗണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകൾ വരും. ഇതൊക്കെയാണ് നോർമലി എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക? ജനറൽ ലെഡ്ജറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത മെയിനായിട്ട് വരുന്നത് പോസ്റ്റിംഗ് ഓഫ് ജേണൽ പ്രോപ്പർ ടു ലെഡ്ജർ. ഓക്കെ, പോസ്റ്റിംഗ് ഓഫ് ജേണൽ പ്രോപ്പർ ടു ലെഡ്ജർ എന്നാണ് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ഒരു ജേണൽ നോക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് എൻട്രികൾ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക എന്നാണ് ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ജേണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക ആ ജേണലിൽ ഏതൊക്കെ അക്കൗണ്ടുകളുടെ പേരാണ് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത് നോക്കുക. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് വരുന്ന അക്കൗണ്ടുകൾക്കെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലെഡ്ജർ നമ്മൾ
നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റുകളും നോക്കിയിട്ടാണ് നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് സിമ്പിളായിട്ട് കുറേ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഐഡൻറ്റിഫൈ ദ ബോത്ത് അക്കൗണ്ട്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അല്ലേ. ജേണൽ എൻട്രി നോക്കിയിട്ട് അതിലുള്ള ഓരോ ആസ്പെക്റ്റിൻ്റെ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കേസ് എന്താണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡേറ്റ് കോളം നോക്കിയതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് പർട്ടിക്കുലേഴ്സും ഡെബിറ്റ് പർട്ടിക്കുലേഴ്സും പർട്ടിക്കുലർ കോളത്തിൽ എന്ത് ചെയ്ത് കൊടുക്കുക, പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ജേണലിൽ ആ ജേണലിൻ്റെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഏത് കോളത്തിൽ, JF കോളത്തിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ എന്താണ്, ഇതേപോലെ തന്നെ എല്ലാ അക്കൗണ്ടിനെയും സെയിം ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ജേണലിലെ നോർമൽ കേസിൽ നമുക്ക് ഫോളിയോ നമ്പർ കോളം നമ്പർ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അടുത്ത കേസ് ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പെയ്ഡ് ഇൻ ടു ബാങ്ക്, പർച്ചേസ് ഫർണിച്ചർ, പെയ്ഡ് ടു ക്യാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 109 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് വെച്ചിട്ട് ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജറുകളും പ്രിപ്പയർ ചെയ്യണം. ഈ ജേണൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇതിന് ജസ്റ്റ് ഒന്ന് ജേണൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ കേസ് വരുന്നത് പർട്ടിക്കുലറിൽ എന്താണ്, ഫസ്റ്റ് കേസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റലാണ്. രണ്ടാമത്തെ കേസ് നമ്മൾ ബാങ്കിൽ ക്യാഷ് പേ ചെയ്യുക. ബാങ്കിൽ ക്യാഷ് പേ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ദെൻ ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജേണൽ എൻട്രി അറിയാം, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ടാണ്. ദെൻ എന്താണ്, ചെക്ക് കൊടുത്തിട്ട് നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കുക. ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ്. ചെക്ക് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ക്യാഷിന് പകരം എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് വരും. അടുത്ത എന്താണ്, ക്യാരേജ് ചാർജ് പേ ചെയ്യുകയാണ്. ക്യാരേജ് ചാർജ് പേ ചെയ്യുമ്പം ക്യാരേജ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജേണൽ എൻട്രി വരിക. നമ്മൾ പിന്നെ മൂർത്തിയുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് ക്യാഷ് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ് ടു മൂർത്തി എന്ന് വരും. ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി വരും. പിന്നെ എന്താണ്, അശോക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്താണ്, അശോക് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ്. പിന്നെ ക്യാഷ് പെയ്ഡ് ടു മൂർത്തി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം. ഓക്കെ, ഇത് ജസ്റ്റ് എന്ത് ചെയ്താണ്, കോമ്പൗണ്ട് ജേണൽ എൻട്രി രീതിയാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ക്യാഷ് പെയ്ഡ് ടു മൂർത്തി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം ആണ്. അതായത് നമ്മൾ പിന്നെ മൂർത്തിയുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ പിന്നീട് അവർക്ക് ക്യാഷ് പേ ചെയ്ത സമയത്ത് അവർ നമുക്ക് എന്ത് തന്നു, ക്യാഷ് ഡിസ്കൗണ്ട് തന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് മൂർത്തിക്ക് നമ്മൾ മൊത്തം കൊടുക്കാനുള്ള എമൗണ്ട് 35,000 ആണ്. ദെൻ അതിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തത് 34,200 മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ആ പേ ചെയ്ത സമയത്ത് അവർ നമുക്ക് 800 രൂപ എന്ത് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത ഒരു സാധനം നമ്മൾ റീപേയ്മെൻറ്റ് ടൈമിൽ നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിൽ, ഡിസ്കൗണ്ട് കിട്ടുവാണെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രി, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ജേണൽ എൻട്രി കൊടുക്കേണ്ടത്. പിന്നെ നോർമൽ കേസിൽ ഈ ജേണൽ എൻട്രി ഒക്കെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ജേണലിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുമ്പേ ഈ ലെഡ്ജർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ടുകളും എഴുതി കഴിയും. പിന്നെ ക്രെഡിറ്റ് സൈഡിലും അങ്ങനെ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതേപോലെ കോളംസ് വരച്ച് വെക്കുക. ഈ 2 കോളംസ് സെയിം ഇതിൽ വരച്ച് വെക്കുക. അതിന് ശേഷം
ശേഷം നമ്മൾ നോക്കുക ഏത് സൈഡാണ് എമൗണ്ട് കൂടുതലുള്ളത് നോക്കാം. ഇവിടെ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത്? ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലേക്കും എടുത്തെഴുതാം. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ 1,02,000 ആണ്, അത് രണ്ട് സൈഡിലേക്ക് നമ്മൾ എടുത്തെഴുതി. ഇനി നോക്കേണ്ടത് ഇവിടെ കുറവുള്ളത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എത്ര രൂപേൻ്റെ കുറവാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര രൂപേൻ്റെ കുറവാണെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ സൈഡിലുള്ള ഐറ്റംസ് മുഴുവൻ എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 35,300ൻ്റെ ഷോർട്ടേജ് ആണ് ക്രെഡിറ്റ് സൈഡിലുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി അക്കൗണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും അവസാനത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി അക്കൗണ്ട് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇവിടെ നോക്കുക, ഇത് ജാനുവരിയിലത്തെ മാത്രം കണക്കുകൾ തന്നതുകൊണ്ട് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് വരെ ജാനുവരി 31 അപ്പോൾ നമ്മൾ ജാനുവരി 31 കൊടുത്തിട്ട് ക്ലോസിംഗ് ബാലൻസിൻ്റെ നേരെ നമ്മൾ കൊടുക്കേണ്ടത് ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് പറയുക. അതുകൊണ്ടാണ് C⁻D എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതേ എമൗണ്ടിനെ തന്നെ ഇപ്പോൾ നമുക്ക് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ക്യാരി ഡൗൺ തന്നിരിക്കുന്നത്. ഇതേ എമൗണ്ട് ആണ് അടുത്ത മാസം ആദ്യത്തേക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഡേറ്റിനുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് കിട്ടിയത് കൊണ്ട് നമ്മളിത് നേരെ ഏത് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ടുകൾ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ബ്രോഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എത്രയാണ് നമ്മൾ കൊടുത്തത്? 35,300. അതിൻ്റെ ഡേറ്റ് കൊടുക്കേണ്ടത് അടുത്ത മാസം 1 തീയതി. അപ്പോൾ ഫെബ്രുവരി 1 ആണ് അവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നേരെ തിരിച്ച് നമ്മളുടെ ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിലായിരുന്നു ക്ലോസിംഗ് ബാലൻസ് വന്നെങ്കിൽ, ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് വരണമെങ്കിൽ ഏത് സൈഡ് കൂടുതലായിരിക്കണം? ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് ക്ലോസിംഗ് ബാലൻസ് വന്നെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലേക്ക് പോകും? ഈ പറഞ്ഞതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതേപോലെ എല്ലാ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമൽ കേസിൽ എങ്ങനെയാണ് ഈ ജേർണൽ എൻട്രി ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാലൻസിങ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക, ലാബിലിറ്റി എങ്ങനെയാണ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഒന്നുമില്ല, എല്ലാ അക്കൗണ്ടും കോമൺ ആയിട്ട് ബാലൻസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു റൂള് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു ജേർണൽ എൻട്രി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ ജേർണൽ എൻട്രീൻ്റെ ബേസിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാണ്? ലെഡ്ജറുകൾ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, നമുക്കൊരു ജേർണൽ എൻട്രി ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്യാഷ് അക്കൗണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ആദ്യമായിട്ട് ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ അക്കൗണ്ടിൽ എവിടെയൊക്കെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ടേം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പം ജാനുവരി 1 ക്യാഷ് വരുന്നുണ്ട്, ജാനുവരി 3 ക്യാഷ് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ എന്താണ്? പല സമയത്തും ഡെബിറ്റിൽ ക്യാഷ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റിൽ ക്യാഷ് വന്നിട്ടുണ്ട്, ജാനുവരി 5 ക്യാഷ് എന്ന് വന്നിട്ടുണ്ട്, പിന്നെ എന്താണ് ജാനുവരി 8 ക്യാഷ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല കേസുകളായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ട്രാൻസാക്ഷൻസ് ജസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ഡേറ്റിലും പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് പർട്ടിക്കുലർ JF എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലർ JF എമൗണ്ട് എന്ന് പറഞ്ഞ് ഫോർമാറ്റ് കൊടുത്തു. അതിന് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്, ഓൾറെഡി അറിയാം നിങ്ങൾക്ക്. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാഷിൻ്റെ ലെഡ്ജറിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് വരില്ല? ക്യാഷ് എന്ന് പറഞ്ഞ് എന്ത് വരില്ല? ടേം വരില്ല. ഓക്കെ,
അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ജേർണൽ എൻട്രി എടുക്കുക. പേജ് നമ്പർ 110 ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ജേർണൽ എൻട്രി എടുക്കുക. അതിനകത്ത് നമ്മൾ നോക്കുക എവിടെയൊക്കെ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, 2014 ജാനുവരി 1 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ വന്നിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷിൻ്റെ ലെഡ്ജറിൽ ഒരിക്കലും എന്ത് വരില്ല? ക്യാഷ് എന്ന് പറഞ്ഞ ടേം വരില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് ഏതാണ്? ക്യാപിറ്റലാണ്. ഓക്കെ, ക്യാപിറ്റൽ എവിടെയാണ് വന്നത്? ക്രെഡിറ്റിലാണ് വന്നിരിക്കുന്നത്. ടു ക്യാപിറ്റൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ എവിടേക്ക് വരിക? ജാനുവരി 1 ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് വന്നത്. ക്യാഷ് എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ജാനുവരി 1 കൊടുത്തു. ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ക്യാഷിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 50,000 കൊടുത്തു. ആദ്യത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. പിന്നെ എവിടെയാണ് ക്യാഷ് വരുന്നത് നോക്കുക. ജാനുവരി 3 വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വന്നത്. അപ്പോൾ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പം നമ്മൾ എവിടേക്ക് വന്നു? ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ജാനുവരി 3 ഡേറ്റ് കൊടുത്തു. ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് എന്ന് പറഞ്ഞ ടേം വരില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ടേം ഏതാണ്? ബാങ്ക് ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു? നമ്മൾ 25,000 കൊടുത്തു. ഇനി എവിടെയാണ് ക്യാഷ് എന്ന് പറഞ്ഞ ടേം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനുവരി 5 ഓക്കെ, ജാനുവരി 5 എന്ന് പറയുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ജാനുവരി 5 ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അതും എന്താ വന്നിരിക്കുന്നത്? ടു ക്യാഷ് ആണ്. ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്ന് ജാനുവരി 5 എന്ന് കൊടുത്തു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ഫർണിച്ചർ എന്നായിരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഈ പറഞ്ഞതുപോലെ ജാനുവരി 5 നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരുന്നു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പം ക്യാഷ് ക്രെഡിറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ക്യാഷിൻ്റെ കൂടെയുള്ള ഐറ്റം ഏതാണ്? ഫർണിച്ചറാണ്. എന്നിട്ട് നമ്മൾ 5,000 എമൗണ്ട് കൊടുത്തു. ഇനി എവിടെയാണ് ക്യാഷ് എന്ന് പറഞ്ഞ ടേം വന്നിരിക്കുന്നത് നോക്കാം. എവിടെയാണ്? ജാനുവരി 8 വന്നിട്ടുണ്ട് അല്ലേ. ക്യാരേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. ക്യാരേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ടു ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ വരണം. അപ്പോൾ നമ്മൾ നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ജാനുവരി 8 കൊടുത്തു. അപ്പം കൂടെയുള്ള ഐറ്റം ഏതാണ്? ക്യാരേജ് ആണ്. അപ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാണ്? 500 കൊടുത്തു. ഇനി ഏതാണ് ഡേറ്റ് വരുന്നത്? ജാനുവരി 14 വരുന്നില്ല. പിന്നെ അതിനുശേഷം ജാനുവരി 18 വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് എവിടെയാണ് വന്നത്? ഡെബിറ്റിലാണ് വന്നത്. അപ്പോൾ നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിലേക്ക് പോവുക. 18 കൊടുക്കുക. എന്നിട്ട് ക്യാഷിൻ്റെ കൂടെ ഉള്ള ഐറ്റം ഏതാണ്? സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് നമ്മൾ ക്യാഷിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 32,000 കൊടുക്കുക. അടുത്തതും സെയിം കേസ് തന്നെയാണ്. ഇതേപോലെ തന്നെ ജാനുവരി 31 റെൻറ്റും എല്ലാം നമ്മൾ കൊടുത്തു. കെ മൂർത്തിൻ്റെ 25 31 പിന്നീട് ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇത് രണ്ടും നമ്മൾ ഇതേ റൂൾ തന്നെ ഫോളോ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ക്യാഷിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ടാലി ചെയ്യണം. അതായത് ടാലി ചെയ്യുക എന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക ഏത് സൈഡ് ഇതേപോലെ എമൗണ്ട് കോളം ജസ്റ്റ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഏത് സൈഡാണ് കൂടുതലുള്ളത് നോക്കുക. ഇവിടെ ഏത് സൈഡാണ് കൂടുതലുള്ളത്? രണ്ട് സൈഡും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഓക്കെ, അതായത് ഡെബിറ്റ് സൈഡിൽ 1,02,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിലേക്കും എടുത്തെഴുതാം. ഓക്കെ, മൊത്തമായിട്ട് വരയ്ക്കരുത് കേട്ടോ. ഈ എമൗണ്ട് കോളം മാത്രം ഒരേ ലെവലിൽ വരച്ചാൽ മതി. അപ്പം കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിലേക്കും ക്യാച്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പം 1,02,000 രണ്ട് സൈഡിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക. അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്, ഷോർട്ടേജ് ഉള്ളത്. എത്രേൻ്റെ ഷോർട്ടേജാണ് ഉള്ളതെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിലുള്ള ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യുമ്പം 35,300ൻ്റെ ഷോർട്ടേജാണ് നമുക്കുള്ളത് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ കൊടുക്കുക ബാലൻസ്
ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 35,300 കൊടുക്കുക. C/D എന്ന് പറയുന്നത് ക്യാരി ഡൗൺ ആണ്, ക്ലോസിംഗ് ബാലൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജാനുവരി മന്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡേറ്റ് ആ മന്തിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ജാനുവരി 31 ആണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ എമൗണ്ട് തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഏത് സൈഡിലാണോ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ ഏത് സൈഡിലാണ് കിട്ടിയിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതായത് ഫെബ്രുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ്, അതായത് നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് എടുക്കുക. അതായത് എപ്പോഴാണോ ക്ലോസിംഗ് ബാലൻസിൻ്റെ ഡേറ്റ് നമ്മൾ കൊടുത്തത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ ഫെബ്രുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 35,300 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പം നമ്മൾ നമ്മളുടെ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക, ജേർണൽ എൻട്രിയിലേക്ക് നോക്കുക. അവിടെ എവിടെയൊക്കെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പെർട്ടിക്കുലർ കോളത്തിൽ ഒരിക്കലും എന്ത് ടേം വരില്ല, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടേം വരില്ല. ഓക്കെ, അപ്പം നോക്കുക എവിടെയാണ് ഏത് എൻട്രിയിലാണ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആകെ, അതായത് ജാനുവരി 1 ടോട്ടലി നമ്മൾ ആ ജേർണൽ എൻട്രീസ് നോക്കുകയാണെങ്കിൽ 2014 ജാനുവരി 1 മാത്രമേ ക്യാപിറ്റലിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഏത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏതിനെയാണ്, ക്യാപിറ്റലിനെയാണ്. ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പം ക്യാപിറ്റൽ ഏത് സൈഡിലാണ്, ക്രെഡിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോവുക, 2014 ജാനുവരി 1 എന്ന് കൊടുക്കുക. ക്യാപിറ്റലിൻ്റെ കൂടെയുള്ള ഐറ്റം ഏതാണ്, ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 50,000 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്തിടാം. ഓക്കെ, ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഡെബിറ്റ് സൈഡിൽ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്യാനുള്ള കോളംസ് ജസ്റ്റ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ഏത് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ആ ക്രെഡിറ്റ് സൈഡ് തന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കും എടുത്തെഴുതുക. 50,000 എടുത്തെഴുതി. ഓക്കെ, അതായത് ഈ സൈഡാണ് കൂടുതൽ, അപ്പോൾ ആ 50,000 ഇവിടേക്ക് നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ നോക്കുക ഈ ഡെബിറ്റ് സൈഡിൽ എത്ര എമൗണ്ടിൻ്റെ ഷോർട്ടേജ് ആണുള്ളത്, എത്രേൻ്റെ ഷോർട്ടേജ് ആണുള്ളത്, 50,000 തന്നെ ഷോർട്ടേജ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ജാനുവരി 31 കൊടുത്തു. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000 ക്ലോസിംഗ് ബാലൻസ് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക ഡെബിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് വന്നത്. അപ്പം നേരെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ബ്രോ ഡൗൺ ബാലൻസ് ഏത് സൈഡിലേക്കാണ് വരിക, ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരിക. അപ്പോൾ എന്താണ് ഫെബ്രുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നു, 50,000 വന്നു. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ദെൻ എന്താണ് ബാങ്ക് അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇനി എവിടെയൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാങ്ക് എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടെങ്കിൽ ആ എൻട്രീസ് ഒക്കെ എന്തിനകത്ത് വരും, ബാങ്ക് അക്കൗണ്ടിൽ വരും. ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ നോക്കുക ഏതൊക്കെ ജാനുവരി 3 ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് എവിടെയാണ് വരുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. ബാങ്ക് എവിടെയാണ് വരുന്നത്, ഡെബിറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിലേക്ക് വന്നു. ഇവിടെ കൊടുക്കണം കേട്ടോ, ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എല്ലാ അക്കൗണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഡെബിറ്റ് സൈഡും കൊടുക്കണം, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെബിറ്റിൽ ജേർണൽ എൻട്രി വന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഡെബിറ്റിൽ ജാനുവരി 2 എന്ന് കൊടുത്തു. അപ്പം ഇനി എന്താണ് ബാങ്ക് എന്നൊരിക്കലും ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഉള്ളിൽ പെർട്ടിക്കുലർ കോളത്തിൽ വരില്ല. അപ്പോൾ നമ്മൾ കൂടെ ഉള്ളതിനെ ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുത്തു, എമൗണ്ടും കൊടുത്തു. ഓക്കെ, ഇനി എവിടെയാണ് ബാങ്ക് എന്ന് വരുന്നത്, ജാനുവരി 8 വരുന്നുണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് പറഞ്ഞത്. ടു ബാങ്ക് എന്ന് പറയുമ്പം അത് ക്രെഡിറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ക്രെഡിറ്റിലേക്ക് പോവാം. കൂടെ ലൈറ്റ് ഏതാണ്, പർച്ചേസ് അക്കൗണ്ട് ആണ്, എമൗണ്ട് കൊടുക്കാം. ഓക്കെ, പിന്നീട് എവിടെയാണ് ബാങ്ക് എന്ന് വരുന്നത്, നെക്സ്റ്റ് കേസ് വരുന്നത് ജാനുവരി 31 ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് ബാങ്ക് വന്നത്, അതും ക്രെഡിറ്റിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. കൂടെയുള്ള ഐറ്റം ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് കൊടുക്കുക, എമൗണ്ട് 2,500 കൊടുക്കുക. ഇത്രയും നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രണ്ട് സൈഡിലും എന്ത് കൊടുക്കുക, ടോട്ടൽ ചെയ്യാനുള്ള കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഏത് സൈഡാണോ കൂടുതൽ നോക്കുക. ഇവിടെ ഏത് സൈഡാണ് കൂടുതലുള്ളത്, എമൗണ്ട്
ഏത് സൈഡിലാണ് കൂടുതലുള്ളത്? ക്രെഡിറ്റിലാണ് കൂടുതലുള്ളത്. അത് കണ്ടിട്ട് നമ്മൾ ഈ സൈഡാണ് കൂടുതൽ എന്ന് പറയാൻ പാടില്ല. ആഡ് ചെയ്യുമ്പം ഈ സൈഡിൽ ഡെബിറ്റിലാണ് കൂടുതലുള്ളത്. 25,000 ഉണ്ട്. അത് നമ്മൾ രണ്ട് സൈഡിലേക്കും എടുത്തെഴുതി ശേഷം ഈ രണ്ട് എമൗണ്ടുകളും നമ്മൾ 25,000 നിന്ന് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഓപ്പണിംഗ് ബാലൻസ് കിട്ടുക. ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡേറ്റ് February 1 എന്ന് കൊടുക്കുക. ബാലൻസ് ബ്രോഡ് ആണെന്ന് കൊടുത്തിട്ട് 7,500 നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാ ഐറ്റംസും എന്ത് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. സെയിം കേസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളുടെ അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ആ ജേണൽ എൻട്രിയിൽ ആ അക്കൗണ്ട് ഏത് സൈഡിലാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കുക. എന്നിട്ട് ആ സൈഡിലേക്ക് പോവുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ള സംഭവമാണ് നമ്മൾ ആ പെർട്ടിക്കുലർ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും, അതായത് ഒരു അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് ഒരിക്കലും എന്തിനകത്ത് വരില്ല? ആ കോളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് നോക്കുക. സെയിം കേസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കെ മൂർത്തി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കെ മൂർത്തി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ ഏതൊക്കെ ഡേറ്റിലാണ് കെ മൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് വരുന്നത്? January 14 വരുന്നുണ്ട്. January 14 വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കെ മൂർത്തി എന്നാണ്. ഓക്കെ, അപ്പോൾ കെ മൂർത്തി എന്ന് പറയുന്നത് ടു കെ മൂർത്തിയാണ്. അപ്പോൾ ക്രെഡിറ്റ് ആണ് വരുന്നത്. ഓക്കെ, 2 വരുന്നതുകൊണ്ട് ക്രെഡിറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ January 14 കൊടുത്തു. കൂടെ ലൈറ്റ് ഏതാണ്? പർച്ചേസസ് എന്ന് കൊടുത്തു. നമ്മൾ എമൗണ്ട് ആയിട്ടുള്ള 35,000 കൊടുത്തു. പിന്നീട് കെ മൂർത്തിൻ്റെ ട്രാൻസാക്ഷൻ വരുന്നത് January 25 January 25 കെ മൂർത്തി ടു ക്യാഷ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ വിചാരിക്കും പർട്ടിക്കുലർ കോളത്തിൽ എന്ത് എഴുതണം? രണ്ട് ഐറ്റംസ് വരുന്നില്ലെന്ന്. ആദ്യം നമ്മൾ നോക്കേണ്ടത് കെ മൂർത്തി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ കെ മൂർത്തി എവിടെയാണ് വന്നത്? ഡെബിറ്റിലാണ് വന്നത്. അപ്പോൾ നേരെ നമ്മൾ ഏത് സൈഡിലേക്ക് പോവാം? ഡെബിറ്റ് സൈഡിലേക്ക് പോവാം. ഓക്കെ, ഇനി നോക്കേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ട് ഏതൊക്കെ ഐറ്റമാണ് ഉള്ളത്? ഏതുണ്ട്? ഒരു ക്യാഷും ഉണ്ട്, പിന്നെന്താണ്? ഡിസ്കൗണ്ടും ഉണ്ട്. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഏത് കൊടുക്കുക? 34,200. അതിൻ്റെ നേരെ എമൗണ്ട് ഉണ്ടാവും. ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുക? 800 നമ്മൾ കൊടുക്കുക. ഓക്കെ, നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് നോക്കുക. അവിടെ ബാലൻസ് ചെയ്യുന്ന കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് സൈഡാണ് കൂടുതൽ? രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് മാത്രമേ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ വരുന്നത് ഒന്ന് കെ മൂർത്തിയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് കെ മൂർത്തി വരുന്നത്? കെ മൂർത്തീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതുപോലെ കെ മൂർത്തി ഡെബിറ്റിലാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ആസ്പെക്റ്റുകൾ വരുന്നുണ്ട് ക്രെഡിറ്റിൽ. ആ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ സെയിം ഡേറ്റ് ഇട്ട് തന്നെ കൊടുത്തു. അതായത് ക്യാഷും വരുന്നുണ്ട്, ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ടുകളും നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് ബാലൻസിങ് ആയിരുന്നു വരുന്നത്. ബാലൻസിങ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലുള്ളത് ഏത് സൈഡാണെന്ന് നോക്കുക. അങ്ങനെയായിരുന്നു നമ്മൾ ബാലൻസ് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രണ്ട് സൈഡും എന്താണ്? ഒരേപോലെയാണ് വരുന്നത്. ഇവിടെ എന്ത് വരുന്നില്ല? ക്ലോസിംഗ് ബാലൻസ് വരുന്നില്ല. അതേപോലെ തന്നെ സെയിൽസ്, റെൻ്റ് അക്കൗണ്ടുകൾ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ആ ജേണലിൽ ഏതൊക്കെ ഐറ്റംസ് വരുമോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് കൊടുക്കണം. അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഓരോ ലെഡ്ജർ അക്കൗണ്ടിനും അക്കൗണ്ട് നെയിമും കൊടുക്കണം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജേണൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.